أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العظيم. بشهر ربيع قد بدا نوره الأعلى، فيا حبذا بدر بذاك الحمى يجلى. صلاة وتسليم وأزكى تحيتي على المصطفى المختار، أنارت به الأقوال شرقا ومغربا، وأهل السماء قالوا له مرحبا أهلا. صلاة وتسليم أزكى تحيتي على المصطفى المختار خير البرية. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാം ജീവിതത്തിൽ എല്ലാവിധ ഖൈറു ബറകാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്യുന്നതായ അമലുകൾ, സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങളെല്ലാം അള്ളാഹു പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും, ബുദ്ധിമുട്ടുകളും, ദുരിതങ്ങളും, രോഗങ്ങളും, പരീക്ഷണങ്ങളും പ്രപഞ്ചാധിപതിയായ റബ്ബ് സുബ്ഹാനഹു വ തആല തട്ടി മാറ്റുമാറാകട്ടെ. ജീവിതത്തിലേക്ക് ഒരുപാട് ഖൈറിൻ്റെ അബുവാബുകൾ പടച്ച റബ്ബ് തുറന്നു നൽകുമാറാകട്ടെ. രോഗത്തിലായി പ്രയാസപ്പെടുന്നവർ 4 വയസ്സുള്ള ഒരു പൊന്നുമകൾ SUT ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ ദിനത്തിൻ്റെ, ഈ മാസത്തിൻ്റെ പരിശുദ്ധമായ ബറക്കത്ത് കൊണ്ട് ആജിലായ കാമിലായ ശിഫാഅ് നീ നൽകണം അല്ലാഹ്. രോഗത്തിലായി പ്രയാസപ്പെടുന്നവർക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും രോഗശമനവും നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അതുപോലെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, നമ്മുടെ പള്ളിയുടെ പരിസര ഭാഗങ്ങളിൽ അന്തിയുറങ്ങുന്ന നമ്മുടെ മുന്നോറുകൾക്കൊക്കെയും അള്ളാഹു പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ 1ാമത്തെ പകലിലാണ് നാം നിലകൊള്ളുന്നത്. പരിശുദ്ധമായ റബീഉ, വിശുദ്ധമായി ഇസ്ലാം പ്രത്യേകമായി ഒരു നാമകരണം തന്നെ കൊടുത്തു, വസന്തം. എന്താണ് ഈ വസന്തത്തിന്റെ പിന്നിലുള്ളത്? ഹബീബായ സയ്യിദായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട വളരെ പവിത്രമായ ദിനരാത്രങ്ങൾ, വളരെ പവിത്രമായ മാസം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിച്ചതും ബഹുമാനിച്ചതും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും പരിഗണിച്ചതും ആരെയാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ലോകേക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതവും എടുത്ത് പരിശോധിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ആ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അതിനൊക്കെയും പവിത്രതയുണ്ട്, അതിനൊക്കെയും മഹത്വങ്ങളുണ്ട്, അതിനൊക്കെയും പരിശുദ്ധികളുണ്ട്. നമുക്കറിയാം, ദിനങ്ങളിൽ ഏറ്റവും മഹത്തരമായ ദിനമേത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച സുദിനമാണ്. എന്നാൽ ഈ പരിശുദ്ധമായ പവിത്രമായ വെള്ളിയാഴ്ച സുദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾക്ക് ജന്മം കൊടുത്തില്ല. മറിച്ച് തിങ്കളാഴ്ച എന്നൊരു ദിവസത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ഈ ഭൗമോപരിതലത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊക്കെയും നമുക്കൊക്കെയും തിങ്കളാഴ്ച ദിവസം നോമ്പനുഷ്ഠിക്കൽ സുന്നത്തായ ഒരു അമലാക്കി മാറ്റി. അവിടുന്ന് ചോദിക്കപ്പെട്ടു, എന്തുകൊണ്ടാണ് നബിയേ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താക്കാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഫീഹി വുലിദു, ഈ പരിശുദ്ധമായ തിങ്കളാഴ്ച സുദിനത്തിലാണ് ഈ ലോകത്തിലേക്ക് ഞാൻ അങ്ങ് കടന്നു വന്നത്. ആ തിങ്കളാഴ്ചയോടുള്ളതായ മഹബ്ബത്താണ്, ആ തിങ്കളാഴ്ചയോടുള്ളതായ ബഹുമാനമാണ് ഉമ്മത്തുകൾക്ക് നോമ്പ് സുന്നത്താക്കിയതെങ്കിൽ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം തന്നെ നമുക്ക് ഖൈറല്ലേ. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വേണമോ? പടച്ച റബ്ബിന്റെ പ്രത്യേകമായ നോട്ടം വേണമോ? പടച്ച റബ്ബിന്റെ പരിഗണന വേണമോ? പടച്ച റബ്ബിന്റെ സഹായം വേണമോ? എന്നാൽ ഒന്നാമതായി നാം മുട്ടാനുള്ളതാരെന്നറിയോ? അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ പടച്ച റബ്ബിന്റെ തൃപ്തി വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി ചേരാനുള്ളത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. അതാണ് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, ഓ നബിയേ അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, നബിയേ തങ്ങളുടെ ഉമ്മത്തിന് അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കണം. നബിയേ ആരെങ്കിലും പടച്ച റബ്ബിൻ്റെതാകുന്നതായ സ്നേഹത്തിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, പടച്ച റബ്ബിൻ്റെതാകുന്നതായ തൃപ്തിയെ ആരെങ്കിലും അംഗീകരിക്കുന്നു, ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, പടച്ച റബ്ബിന്റെ പരിഗണന ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, അവന് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അവന് എന്നെ ഇത്തിബാ ചെയ്യലാണ്, ഹബീബ് തങ്ങളെ അനുധാവനം ചെയ്യലാണ്, ഹബീബ് തങ്ങളുടെ മൗലിദുകൾ പാരായണം ചെയ്യലാണ്. ആ ഹബീബ് തങ്ങളിലേക്കുള്ളതായ മുഴുവൻ കാര്യങ്ങളും
പറഞ്ഞത് അങ്ങനെയായി കഴിഞ്ഞാല് പടച്ച റബ്ബിന്റെ സ്നേഹമുണ്ടാകുമെന്നാണ്. ഇന്ന് നമുക്ക് സംശയം, മൗലിദ് എവിടെന്ന് വന്നു? റസൂലുള്ളാഹി തങ്ങൾ മൗലിദ് ഓതിയോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മൗലിദ് ഓതിയോ? ഉമർ മൗലിദ് ഓതിയോ? ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ളതെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സമയം വളരെ ചുരുക്കമാണ്. അവിടുന്ന് മനസ്സിലാക്കണം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മൗലിദ് ഈ ലോകത്തിലേക്ക് ആദ്യമായി വിളിച്ചു പറഞ്ഞതാരെന്നറിയോ? അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ല, ഉമർ തങ്ങളല്ല, ഉസ്മാൻ തങ്ങളല്ല, അലി തങ്ങളല്ല. മറിച്ചവിടുന്ന് പറഞ്ഞത് ഉലകത്തിന്റെ സൃഷ്ടാവ് ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ എന്നെടുത്ത് മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, സൂറത്തുൽ അംബിയാഇന്റെ 107-ാമത്തെ ആയത്തിലൂടെ പടച്ച റബ്ബ് അവിടുന്ന് പഠിപ്പിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇതിന്റെ അപ്പുറത്തൊരു മൗലിദ് ഉണ്ടോ? ഏറ്റവും വലിയ മൗലിദ്, ഏറ്റവും വലിയ മൗലിദ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയേ, ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ, ലോകത്തിന് സന്തോഷമായിട്ടല്ലാതെ നബിയേ തങ്ങളെ ഈ ലോകത്തിലേക്ക് നാം പറഞ്ഞയച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിലൂടെ, സൂറത്തു തൗബയുടെ 128-ാമത്തെ ആയത്തിലൂടെ പടച്ച റബ്ബ് പറയുന്നത്, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതല്ലേ തങ്ങളുടെ വിശേഷണങ്ങൾ അവിടുന്ന് വിളിച്ചു പറയുകയാണ്. തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് പറയുകയാണ്. ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നത് സൂറത്തുൽ അഹ്സാബ് 45-46 ആയത്തിലൂടെ, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അതേ അവിടുന്ന് പ്രകാശിച്ചു നിൽക്കുന്ന, ഒരിക്കലും കെട്ടുപോകാത്ത പ്രകാശഗോളമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ നമ്മൾ പാരായണം ചെയ്യുന്ന മൗലിദുകളിൽ ഇതൊക്കെയും തന്നെയാണ് പറയുന്നത്. പരിശുദ്ധമായ ഖുർആനിന്റെ ശകലങ്ങൾ എടുത്തു വെച്ചാണ് മൗലിദുകൾ ഉല്ലേഖനം ചെയ്തിട്ടുള്ളതെങ്കിൽ അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗക നൂരി അന്ത ഇക്സീറുൻ വഗാലി യാ റസൂലല്ലാഹ് അന്ത മിസ്ബാഹു സുദൂരി യാ ഹബീബല്ലാഹ് യാ നബി സലാം അലൈക്കും സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും യാ റസൂലല്ലാഹ് സ്വലവാത്തുല്ലാഹ് അലൈക്കും യാ ഹബീബല്ലാഹ്. നമുക്കെയും പാരായണം ചെയ്യുന്ന മൗലിദുകളിൽ ഈ അല്ലാഹുവിന്റെ റസൂലിന്റേതാകുന്നതായ പ്രഭയെക്കുറിച്ച്, തങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ,
നമ്മുടെ നാടുകളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സദസ്സുകളിലൊക്കെയും മൗലിദുകൾ പാരായണം ചെയ്തുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർണ്ണനകളെ ലോകത്തിലേക്ക് വിളിച്ചു പറയണം. പ്രത്യേകിച്ച് ഈ വർത്തമാന കാലഘട്ടം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ളതായ മോശമായ വീഡിയോസുകളും മോശമായ വാർത്തകളും എങ്ങനെയെല്ലാം ദുരുപയോഗം ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തങ്ങളുടേതാകുന്നതായ ഹദീസുകൾ, അവിടുന്ന് പഠിപ്പിച്ചതായ ഉലൂമുകൾ ലോകത്തിനോട് പകർന്നു കൊടുക്കൽ ഉമ്മത്തുകളായ നമ്മുടെ ചുമതലയാണ്. അൽഹംദുലില്ലാഹ്, നടയറ മുസ്ലിം ജമാഅത്ത്, നടയറ നിവാസികൾ, മഹല്ലുകൾ അതിനൊക്കെയും സാരഥമായി അതിനൊക്കെയും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 12 ദിനരാത്രങ്ങളിലുള്ളതായ വഅദിന്റെ സദസ്സുകൾ, മഗ്രിബിന് ശേഷമുള്ള മൗലിദുകൾ, അൽഹംദുലില്ലാഹ് നമ്മുടെ നാടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് സന്തോഷിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടി പരിശ്രമിക്കുന്ന അലങ്കാര കമ്മിറ്റിയുണ്ട്, അന്നദാന കമ്മിറ്റിയുണ്ട്, വാദിന്റെ കമ്മിറ്റിയുണ്ട്, പരിപാലന സമിതിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ സംരക്ഷണവും പ്രത്യേകമായ നോട്ടവും പ്രത്യേകമായ സഹായവും അല്ലാഹുവേ പടച്ച റബ്ബേ ഇതിലൊക്കെയും സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ എല്ലാവർക്കും നൽകണം റബ്ബേ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മുതൽക്ക് തുടങ്ങുന്നതായ പരിപാടിയുടെ നോട്ടീസ് ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് വഅദിന്റെ സദസ്സുകളിൽ നമ്മളൊക്കെയും കഴിയുന്ന നിലയിൽ പങ്കെടുക്കാം. ഇപ്പൊ നമുക്കറിയാം, മൊബൈലുകളിൽ നമുക്കൊക്കെ വഅദ് കേൾക്കാൻ കഴിയും. ഇതൊക്കെ വീട്ടിൽ ഇരുന്ന് ഞാൻ മൊബൈലിൽ കേൾക്കാറുണ്ട്. പക്ഷെ ശരി തന്നെ. എന്നാൽ ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്നതിന്റെ പ്രതിഫലം വേണമെങ്കിൽ അത് വഅദിന്റെ സദസ്സിൽ വന്നിരിക്കണം. വീട്ടിലിരുന്ന് യൂട്യൂബിൽ ഓണാക്കി വെച്ചിട്ട് ഇൽമ് കേൾക്കും, ഇൽമ് മനസ്സിലാക്കാൻ പറ്റും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ആ ഒരു ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന പ്രതിഫലം നമുക്ക് കിട്ടൂല. അത് കിട്ടണമെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ഇന്ന് നാളെ മുതൽക്ക് വഅദിന്റെ സദസ്സ് ഇങ്ങനെ തുടങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ട് നാം ഒക്കെയും ഒറ്റക്കെട്ടായി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ലോകത്തിനോട് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.